അദ്ധ്യായം 10. ലൂക്കാ സുവിശേഷം 10-ാം അദ്ധ്യായം 1-ാം വാക്യം. കർത്താവ് എത്ര പേരെ തിരഞ്ഞെടുത്തെന്നാണ് പറയുന്നത്? ഉത്തരം 72. ചോദ്യം 2. 72 പേരെ എത്ര പേർ വീതമുള്ള കൂട്ടമായാണ് അയച്ചത്? ഉത്തരം 2 പേർ. 3. കൊയ്ത്തു വളരെ, വേലക്കാരോ ചുരുക്കം, അതിനാൽ ആരോട് പ്രാർത്ഥിക്കാനാണ് യേശു പറയുന്നത്? ഉത്തരം കൊയ്ത്തിൻ്റെ നാഥനോട്. 4-ാമത്തെ ചോദ്യം. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ വീടിനെ എന്ത് ആശംസിക്കണം? ഉത്തരം സമാധാനം. 5-ാമത്തെ ചോദ്യം. ആരാണ് കൂലിക്ക് അർഹൻ? ഉത്തരം വേലക്കാരൻ. 6. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ഡാഷ് നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. ഉത്തരം ദൈവരാജ്യം. 7-ാമത്തെ ചോദ്യം. ആ ദിവസം ഡാഷിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. ഉത്തരം ടൈർ സീദോൻ. 8. അനുതപിക്കാത്ത ഏതൊക്കെ നഗരങ്ങൾക്കാണ് യേശു ദുരിതം എന്ന് പറയുന്നത്? ഉത്തരം കൊറാസിൻ, ബെത്സയിദ. 9. നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. ഏതു നഗരത്തെക്കുറിച്ചാണിത് പറയുന്നത്? ഉത്തരം കഫർനാം. 10-ാമത്തെ ചോദ്യം. 72 പേരും തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ ഡാഷ് പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഉത്തരം പിശാചുക്കൾ പോലും എന്നതാണ്. 11-ാമത്തെ ചോദ്യം. നിങ്ങളുടെ പേരുകൾ എവിടെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവാനാണ് യേശു പറയുന്നത്? ഉത്തരം സ്വർഗത്തിൽ. 12. ആ സമയം തന്നെ എന്തിൽ ആനന്ദിച്ചാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്ന് യേശു പറഞ്ഞത്? പരിശുദ്ധാത്മാവിൽ എന്നതാണ് ഉത്തരം. ചോദ്യം 13. എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. ഉത്തരം പിതാവ് എന്നതാണ്. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. 14. എന്തെന്നാൽ ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ഡാഷിനെ വെളിപ്പെടുത്തുകയും ചെയ്തു. ആർക്ക്? ഉത്തരം ശിശുക്കൾക്ക്. ശിശുക്കൾക്കാണ് എല്ലാം വെളിപ്പെടുത്തി കൊടുത്തത്. 15-ാമത്തെ ചോദ്യം. 10-ാം അദ്ധ്യായം 25-ാം വാക്യപ്രകാരം യേശുവിനെ പരീക്ഷിക്കുവാൻ ചോദ്യം ചോദിച്ചത് ആര്? ഉത്തരം നിയമജ്ഞനാണ് യേശുവിനെ പരീക്ഷിക്കാൻ ചോദ്യം ചോദിച്ചത്. നിയമജ്ഞൻ്റെ ചോദ്യം എന്തായിരുന്നു? 16. നിയമജ്ഞൻ്റെ ചോദ്യം എന്തായിരുന്നു? ഉത്തരം നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? 17. നിത്യജീവൻ പ്രാപിക്കാൻ നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. 18-ാമത്തെ ചോദ്യം. അയൽക്കാരൻ്റെ ഉപമയിൽ ഒരുവൻ ജെറുസലേമിൽ നിന്നും എവിടേക്ക് പോയെന്നാണ് യേശു പറയുന്നത്? ഉത്തരം ജെറിക്കോയിൽ. 19. അർദ്ധപ്രാണനായ യാത്രക്കാരനെ ശ്രദ്ധിക്കാതെ ആരെല്ലാം കടന്നുപോയി? ഉത്തരം പുരോഹിതനും ലേവായനും. ചോദ്യം 20. സമരിയാക്കാരൻ എത്ര ധനാറയാണ് സത്രമുടമയ്ക്ക് നൽകിയത്? 2 ധനാറ.